ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അർജുനനെ ഒരു മനുഷ്യൻ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ? അത് ദ്രോണരോ സൈന്ധവരോ അരവലിയിലെ കൊള്ളക്കാരോ ആയിരുന്നില്ല. മഹാഭാരത യുദ്ധത്തിന് ശേഷം അശ്വമേധ കുതിരയെ സംരക്ഷിച്ചുകൊണ്ട് അർജുനൻ മണിപ്പുരയിലെത്തുന്നു. മണിപ്പുര രാജാവ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. എന്നാൽ നിരാശനായ അർജുനൻ ക്ഷത്രിയ ധർമ്മം അവഗണിച്ചതിന് രാജാവിനെ ശാസിക്കുന്നു. പ്രകോപിതനായ രാജാവ് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഒരു ഉഗ്രമായ യുദ്ധം ആരംഭിക്കുന്നു. പോരാട്ടത്തിനിടയിൽ രാജാവ് ഒരു മാരകമായ സർപ്പന്യാസ്ത്രം എയ്തു. അത് അർജുനന്റെ സ്വർണ്ണ കവചം ഭേദിച്ച് അവന്റെ ശരീരത്തിൽ മാരക മുറിവുണ്ടാക്കുന്നു. മഹാഭാരതത്തിലെ അജയനായ നായകനായ അർജുനൻ അങ്ങനെ നിലത്ത് വീഴുന്നു. അർജുനനെ വീഴ്ത്തിയ ആ ശക്തനായ യുവരാജാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മണിപ്പുര രാജകുമാരിയായ ചിത്രാംഗതയുടെയും അർജുനന്റെയും സ്വന്തം മകനായ ബാബ്രുവാഹനായിരുന്നു അത്. ആ അസ്ത്രം അർജുനന്റെ ജീവൻ അപഹരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.